ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നമുക്കൊപ്പമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. എന്താണ് ആറ്റിങ്ങലിലെ ഒരു കാൽക്കുലേഷൻ? ആറ്റിങ്ങലിലെ ഒരു കാൽക്കുലേഷന് യാതൊരു തെറ്റുമില്ല. കാരണം UDF സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 101% വിജയം കൈവരിക്കും. ഇപ്പൊ UDF സ്ഥാനാർത്ഥി ഇപ്പൊ തൽക്കാലം ഞാനാണ്. എനിക്ക് വിശ്വാസമുണ്ട്, ജനങ്ങളെ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് എന്നെയും വിശ്വാസമുണ്ട്. അത് ആ വിധിയെഴുത്തിൽ പൂർണ്ണമായും അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകും എന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏറ്റവും ഒടുവിൽ ഈ ഇരട്ട വോട്ട് ആരോപണം അത് അല്പം വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ ഈ സത്യം ചൂണ്ടിക്കാട്ടി? ഒരിക്കലുമില്ല. കാരണം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നുവെങ്കിൽ അല്പം വൈകിയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇതിന്റെ പ്രക്രിയ തുടങ്ങി. ആ പ്രക്രിയ തുടങ്ങിയത് മാത്രമല്ല, ഇവർക്കെല്ലാം പരാതി കൊടുത്തിരുന്നു. ചുമ്മാതെ പത്രസമ്മേളനം നടത്തി പരാതി കൊടുത്തു എന്ന് പറയല്ല, റിട്ടേണായി ഇവർക്കെല്ലാം പരാതി കൊടുത്ത് അവരിൽ നിന്നും അതിന്റെ റെസിപ്റ്റും വാങ്ങി തുടർ നടപടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തുടർ നടപടികൾ എന്നുള്ള നിലയിൽ നീതിപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിനുവേണ്ടി ഹൈക്കോടതി തന്നെ ഇടപെട്ടു. ഹൈക്കോടതി ഇടപെട്ടതിന്റെ ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഹൈക്കോടതി ഇടപെട്ടു. പക്ഷേ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിച്ചു? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീതി ലഭിക്കാതിരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഹൈക്കോടതി പോകേണ്ടി വന്നത്. ഞങ്ങൾ ഇവിടെ നീതി ലഭിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ അറ്റുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ഞാൻ ഇപ്പോ ഏറ്റവും അവസാനം 14/4/2024 ഇവർക്കെല്ലാം വീണ്ടും പെറ്റീഷൻ കൊടുത്തതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ടർ ഓഫീസർ, ഡിസ്ട്രിക്ട് കളക്ടർ, ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും കൊടുത്തതിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് നീതി പൂർണ്ണമായി കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഹൈക്കോടതി. ഈ ഒരു മുന്നറിയിപ്പ് കൊണ്ട് ഇത്തരത്തിൽ ഇരട്ട വോട്ട് സ്വാഭാവികമായും കള്ളവോട്ട് ചെയ്യാൻ ലക്ഷ്യം വെക്കുന്നവരായിരിക്കും ഇങ്ങനെ ചെയ്യുക. അവർ വരാതിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം 58,000 ആളുകൾ വന്നില്ല. വരാതിരുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറയാൻ കാര്യം, പോയി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാമല്ലോ. ആ നിയമപരമായുള്ള കാര്യങ്ങൾ നേരിടാതെ പാവങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് നല്ലത്. അത് ആരും ആയിക്കോട്ടെ. ആറ്റിങ്ങൽ പോലുള്ള നിയോജക മണ്ഡലങ്ങളാണോ കൂടുതൽ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ? അല്ല, അത് 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലുമുണ്ട്. അതാണല്ലോ 1,61,000 വന്നത്. ആറ്റിങ്ങൽ മാത്രമല്ല, 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലുമുണ്ട്. ഈ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഭൂരിപക്ഷം ഉണ്ടാവും. പ്രത്യേകിച്ച് നെടുമങ്ങാട് അടക്കമുള്ള മേഖലകളിലും ഭൂരിപക്ഷം ഉണ്ടാവും. അല്ല, അത് അങ്ങനെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ കോൺഫറൻസോടെ പറഞ്ഞിരുന്നു 7 ഉണ്ടാവുമെന്ന്. വന്നല്ലോ, അതിന്റെ ചെറിയ വ്യത്യാസമല്ല വന്നുള്ളൂ. കഴിഞ്ഞ തവണ BJP 2,47,000 വോട്ട് നേടിയിരുന്നു. ഇത്തവണ അവിടെ ഒരു കേന്ദ്രമന്ത്രി ആയ സ്ഥാനാർത്ഥി വന്നു. അതെന്തെങ്കിലും അതിൽ നിന്ന് കൂടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ട്രയാങ്കുലർ ഫൈറ്റ് ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഭയപ്പാടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ ചെയ്യും. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരത്തിൽ അവസാന നിമിഷവും 7 മണ്ഡലങ്ങളിലും ലീഡ് നേടി വിജയിക്കും എന്ന് തന്നെയാണ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി പറയുന്നത്.